അപ്പോൾ അവർ പരസ്പരം നടത്തുന്ന ആരോപണങ്ങൾ കൂടുതൽ ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. അതിസാഹസം മലിനമാവാൻ മാത്രം മാരകമാണ്. എന്തായാലും രണ്ടുപേരും നന്നായിട്ട് അത് മുതലെടുപ്പ് നടത്തി വിശ്വാസികളെ പറ്റിച്ചു എന്നതിൽ ദൂരെ നിന്ന് കേൾക്കുന്ന ഗാലറിയിൽ നിന്ന് കളി കാണുന്ന ആർക്കും ഒരു സംശയമില്ല. രണ്ടുപേരും അവരവരുടേതായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നന്നായിട്ട് വിശ്വാസി സമൂഹത്തെ പറ്റിച്ചിട്ടുണ്ട്, നന്നായിട്ട് പണം സ്വരൂകൂട്ടിയിട്ടുണ്ട്. എന്നിട്ട് പരസ്പരം തല്ലുകൂടി ടി വിയുടെ സ്റ്റാൻഡൊക്കെ എടുത്ത് അടിച്ച് കൈ കടിച്ച് പറിച്ച് നിലത്തിട്ട് വലിച്ച് 70,000 രൂപയുടെ ഫോൺ അടിച്ചു പൊട്ടിച്ചിട്ടൊക്കെ മാതൃകാ ദമ്പതികളായി സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവർ ഇതുവരെയും ചെയ്തത് സ്റ്റേജിൽ വെച്ച് കിസ്സെടുത്തും കെട്ടിപ്പിടിച്ചും ഞങ്ങൾ മാതൃകാ ദമ്പതികളാണ് എന്ന് തെളിയിക്കാനുള്ള ശ്രമമായിരുന്നു. ആ ഒരു കൗൺസിലിംഗ് പിന്നെ മോട്ടിവേഷൻ എന്നൊക്കെ പറഞ്ഞ പരിപാടിയിലേക്ക് ഏതാനും വർഷം മുന്നേ ഇവർ മാറേണ്ടി വന്നതുപോലും ഈ പൊള്ളു പറഞ്ഞ് ഇസ്ലാം വിരുദ്ധത പറഞ്ഞിങ്ങനെ കുറേ നടന്നപ്പോൾ ഒരു ചടപ്പ് വന്നിട്ടാണ്. അത് കേൾക്കണത് തന്നെ കേട്ടതുകൊണ്ട് ആളുകൾക്ക് അതിലൊരു താല്പര്യം കുറഞ്ഞു വന്നപ്പോഴാണ്. എന്നിട്ട് മാതൃകാ ദമ്പതികളായി സ്റ്റേജിൽ വന്ന് കെട്ടിപ്പിടിച്ച ആളുകളാണ് ചെറിയൊരു പ്രകോപനം ഉണ്ടായപ്പോഴേക്ക് അടിച്ച് തലമുറിച്ച് കടിച്ച് കൈപറിച്ച് നിലത്തിട്ട് വലിച്ചിഴച്ച് അവസാനം 70,000 രൂപയുടെ ഈ ഫോണൊക്കെ അടിച്ച് പൊളിച്ചിട്ട് കേസും വിവാദങ്ങളുമായി മുന്നോട്ട് പോണത്. അതവരുടെ കാര്യം.